സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ശത്രുക്കളെല്ലാം ഭയന്ന് ഓടുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. നമ്മളുടെ മുരളിയും ദേവികയും കൂടെ ചെന്ന് എസ്തപ്പാൻ്റെ വീട്ടിലുള്ള നന്ദനെ കാണുന്നുണ്ട്. നന്ദനെ കണ്ടതും മുരളിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാലും ദേവിക ഇത് എന്നിൽ നിന്ന് മറച്ചു വെച്ചല്ലോ എന്ന് പരാതി പറയുന്ന സമയത്ത് മുരളിയോട് നന്ദൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ലടാ, എല്ലാവരും ചേർന്ന് കൂട്ടായിട്ടെടുത്ത തീരുമാനം, അത് ആരെ അറിയിക്കേണ്ടാന്ന്. എൻ്റെ അമ്മ വരെയും സത്യങ്ങൾ അറിഞ്ഞത് കുറച്ച് നേരം മുമ്പല്ലേ, അതുകൊണ്ട് നീ വിഷമിക്കേണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് അത് മതിയെന്നും പറഞ്ഞിങ്ങനെ സമാധാനമായിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ആ സമയത്ത് ദേവിക നന്ദനോട് പറയുന്നുണ്ട്, എന്തായാലും നന്ദു പുറത്തേക്കൊന്നും വരണ്ട, റൂമിൽ കയറി വാതിലടച്ചോ, ഇനിയിപ്പോൾ ആരെങ്കിലും കൂടി വന്നാൽ പ്രശ്നമാവും, ഞങ്ങളുടെ പിന്നാലെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല എന്ന്. അങ്ങനെ ദേവികയും മുരളിയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഒരു താടിയും മുടിയൊക്കെ നീട്ടി ആക്രി പറക്കിക്കൊണ്ട് നടക്കും പോലെ ഒരു ചാക്കും കൈപ്പിടിച്ചുകൊണ്ട് ഒരാൾ നിന്ന് ഈ ദേവികയും മുരളിയും വരുന്നതും കാറിൽ കയറുന്നതൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ കാറിലേക്ക് കയറുന്ന സമയത്ത് ഇയാൾ വേഗം തന്നെ മാറിപ്പോയിട്ട് ആ റോട്ടിൽ കിടക്കുന്ന കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ പറക്കി ചാക്കിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മുരളിയും ദേവികയും സഞ്ചരിക്കുന്ന കാറ് കടന്നുപോയതും ഇയാൾ വേഗം തന്നെ എസ്തപ്പാൻ്റെ വീടിൻ്റെ അങ്ങോട്ട് ഈ ചാക്കും കൈ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ നന്ദനാണെങ്കിൽ റൂമിൽ പോയി ഇങ്ങനെ കിടക്കാണ്. എസ്തപ്പാൻ്റെ വീടിൻ്റെ ആ ഗ്രില്ലിട്ടേക്കുന്ന ഭാഗത്ത് വന്ന് ഇയാൾ അകത്തേക്ക് ഒളിഞ്ഞു നോക്കുമ്പം നമ്മളുടെ എസ്തപ്പാൻ ഇയാൾ വന്ന് ഒളിഞ്ഞു നോക്കണം കാണുന്നുണ്ട്. വേഗം തന്നെ എസ്തപ്പാൻ വന്നിട്ട്, എന്താണോ താൻ ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കണേന്ന് ചോദിക്കുമ്പം, അല്ല, എന്തെങ്കിലും ആക്രി സാധനങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ, പുറത്ത് ആരെയും കാണാതിരുന്നുകൊണ്ട് ഞാനിങ്ങനെ ഒളിഞ്ഞു നോക്കിയതാന്ന് പറയുമ്പം എസ്തപ്പാനിക്ക് ഇയാളെ കണ്ടിട്ട് സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് എസ്തപ്പാൻ അയാളുടെ സഞ്ചി മേടിച്ച് നോക്കുമ്പം അതിൽ കുറേ ആക്രി സാധനം കാണുമ്പം പിന്നീട് എസ്തപ്പാൻ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ശരിക്കും ആക്രി സാധനങ്ങൾ വാങ്ങാൻ വന്നതായിരിക്കും എന്ന്. എന്തായാലും അയാൾ നന്ദനെ കാണണമെന്നില്ല. അതിനു മുമ്പ് തന്നെ എസ്തപ്പാൻ കണ്ടതുകൊണ്ട് എസ്തപ്പാൻ ഇവിടെ സാധനങ്ങളൊന്നുമില്ല, താൻ പോയെന്നും പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് അയാൾ മാറി നിന്നിട്ട് നമ്മളുടെ അരുന്ധതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അരുന്ധതി കോൾ എടുത്തതും, എന്താടോ പോയ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പം, ഒന്നും അറിയില്ല മേഡം, അവർ രണ്ടുപേരും ഇവിടെ വന്നിട്ട് പോയി, അവിടെ നന്ദനുണ്ടോയെന്ന് ചോദിക്കുമ്പം, ഇല്ല മേഡം, ഇവിടെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നണില്ല എന്ന് പറയുന്നു. അത് കേട്ടതും ഈ അരുന്ധതി ആണെങ്കിൽ ഇനിയിപ്പോൾ എവിടെ പോയി നന്ദനെ അന്വേഷിക്കും, ഈ ദേവികയും മുരളി എന്തിനായിരിക്കുമോ ഈ അയാളുടെ വീട്ടിലോട്ട് പോയെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേസമയം നമ്മളുടെ പ്രഭാവതിക്കാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ചന്ദ്രമതി, എനിക്ക് ഭയങ്കര സന്തോഷമായി, എൻ്റെ മോൻ എന്തോ ആപത്തിൽ പെട്ടു എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, എനിക്കൊരു സംശയം പ്രഭേ, ആ കെവിൻ ഇവിടെ വന്ന് പറഞ്ഞില്ലേ കെവിൻ്റെ സുഹൃത്ത് നന്ദനെ മധുരയിൽ വെച്ച് കണ്ടുവെന്ന്, അതെന്തിനായിരിക്കുമെന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് വേറൊന്നിനുമല്ല, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നന്ദൻ നമ്മളുടെ കസ്റ്റഡിയിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ വന്ന് പറഞ്ഞത്. നന്ദനും കെവിനും ഇസബല്ലയും എല്ലാവരും ചേർന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ മറയ്ക്കുന്നുണ്ടെന്ന്. ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അവരെന്ത് രഹസ്യം മറയ്ക്കാനാന്ന് ചോദിക്കുമ്പം ഹരിയേട്ടന് കുറച്ചധികം സംശയങ്ങളുണ്ട് ഈ അരുന്ധതിയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലൊക്കെ. എന്തായാലും അധികം വൈകാതെ തന്നെ ഹരിയേട്ടൻ എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരും. അതിനു മുമ്പ് നന്ദൻ നമ്മുടെ കസ്റ്റഡി തന്നെ ഉണ്ടെന്നുള്ള വിവരം ആരും അറിയരുത്, ചന്ദ്രമതി അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ സിദ്ധു അത് എന്നോട് പ്രത്യേകിച്ച് പറയണോ, എനിക്കറിയില്ല ഇവിടുത്തെ കാര്യങ്ങൾ, എന്തായാലും ഞാൻ പറഞ്ഞിട്ട് ആരും അറിയാൻ പോണില്ല എന്ന്. ആ സമയത്താണ് രജനി വീണ്ടും പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിക്കണത്. പ്രഭാവതി ഫോൺ എടുത്തിട്ട് മോളെ വിളിക്കണേന്ന് പറഞ്ഞതും സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾ മാത്രമല്ലേ അറിയാത്തേ ഉള്ളൂ, അവളോടും സത്യങ്ങൾ പറഞ്ഞുതരേന്ന്. അങ്ങനെ പ്രഭാവതി ഫോൺ എടുത്തതും എന്താ മോളേന്ന് ചോദിച്ചത്, അമ്മേ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ, മോളെ ഒരു സന്തോഷ വാർത്തയുണ്ട്, നന്ദന എവിടെയുണ്ടെന്ന് എനിക്കറിയാമെന്ന്. ആ സമയത്ത് ഈ രജനി ചോദിക്കുന്നുണ്ട്, നന്ദന എവിടെ അമ്മയെന്ന് ചോദിക്കുമ്പം, ആ എസ്തപ്പാനില്ലേ, എസ്തപ്പാൻ്റെ വീട്ടിലുണ്ട്, അതെന്തിനാണ് നന്ദന അവിടെ പോയേക്കണേന്ന് ചോദിക്കുമ്പം, അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം, എന്തായാലും മോള് വിഷമിക്കണ്ട, നന്ദനും ഒരു കുഴപ്പമില്ല, നന്ദൻ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന്. അത് കേട്ടതും രജനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഗിരിക്കൊക്കെ ഇത് അറിയാമായിരുന്നോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, ഗിരിക്കും എല്ലാവർക്കും അറിയായിരുന്നു, എനിക്കും നിനക്കും വളരെ കുറച്ച് പേർക്ക് അറിയാൻ പാടില്ലാത്തതുണ്ടായിരുന്നുള്ളൂ, എന്തായാലും സമാധാനമായി അമ്മയെന്നും പറഞ്ഞ് രജനി ഫോൺ വെച്ചതും ഗിരിയുടെ അമ്മേനോട് എന്ന് പറയുന്നുണ്ട്, അമ്മേ നന്ദനെ കണ്ടു കിട്ടിയെന്ന്. ആ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് നന്ദൻ എന്ന് ചോദിക്കുമ്പോൾ, എസ്തപ്പാൻ്റെ വീട്ടിലുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് ഈ ഗിരിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എസ്തപ്പാനോ, ഏത് എസ്തപ്പാനാന്ന് ചോദിക്കുമ്പം, പണ്ട് വീട്ടിലെന്തെങ്കിലും സഹായത്തിനൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു എസ്തപ്പാൻ ചേട്ടനുണ്ട്, ആ ചേട്ടൻ്റെ വീട്ടിലാണ് നന്ദൻ എന്ന് പറയുമ്പോൾ, അതെന്തിനാ അയാളുടെ വീട്ടിൽ പോയി നിൽക്കണേന്ന് ചോദിച്ചതും എല്ലാവരും ചേർന്ന് നന്ദനെ അവിടെ കൊണ്ടുവന്നാക്കിയതാ, അപ്പം നന്ദനെ ആരും തട്ടിക്കൊണ്ടുപോയതല്ലേ എന്ന് ചോദിക്കുമ്പം, ഇല്ലമ്മേ നന്ദനെ ആരും തട്ടിക്കൊണ്ടുപോയതൊന്നും അല്ല, പിന്നെ നന്ദൻ സ്വയം പോയതാണെന്ന് ചോദിക്കുമ്പോൾ, സ്വയം പോയതും അല്ല, അച്ഛനും ഹരി അങ്കിളും
അതുപോലെ ഗിരിയും ദേവിക എല്ലാവരും ചേർന്ന് നന്ദനെ അവിടെ കൊടുന്ന് ആക്കിയതാണ്. ആ സമയത്ത് ഗിരിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് രജനി പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല, അവരവിടെ കൊടുന്ന് ആക്കിയതാണ്, ഈ പിന്നെ എന്തിനാ പോലീസിൽ കേസ് കൊടുക്കുകയോ അന്വേഷിക്കുകയും ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് ഹരിയങ്കളുടെ പ്ലാൻ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഋഷിയെ നന്ദൻ കൊന്നെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് ഹരിയങ്കളിന് ഇപ്പോഴും ഉറപ്പില്ല. അവരെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്നുള്ളൊരു സംശയം ഹരിയങ്കളിനുള്ളതുകൊണ്ട് ഹരിയങ്കൾ ഇങ്ങനത്തെ നാടകമൊക്കെ നടത്തണം. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ സത്യങ്ങളെല്ലാം ഹരിയങ്കൾ കണ്ടുപിടിക്കും. അതിനുശേഷം നന്ദൻ വീട്ടിലോട്ട് വരുമെന്നാണ് പറഞ്ഞതെന്ന്. ആ സമയത്ത് ഗിരിയുടെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും നന്ദന് ആപത്തൊന്നും പറ്റിയില്ലല്ലോ, പ്രഭാവതി അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ ഉവ്വ അമ്മ എന്നെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞത്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പം ഗിരി അങ്ങോട്ട് വരുന്നുണ്ട്. ഗിരിനെ കണ്ടതും രജനി വന്നിട്ട് ഗിരിയോട് ചോദിക്കുന്നുണ്ട്, ഗിരി എന്നാലും എന്നോട് ചതി വേണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുമ്പം നീ എന്തൊക്കെയാണ് രജനി പറയണേ, ഞാൻ എന്ത് ചതി ചെയ്തു എന്നാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ അല്ല നന്ദനെക്കുറിച്ച് ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്ന സമയത്തെങ്കിലും ഗിരിക്ക് പറയായിരുന്നു നന്ദന ആപത്തൊന്നുമില്ലാതെ ഇന്ന സ്ഥലത്തുണ്ടെന്ന്. ഗിരി എന്നിട്ട് അത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് എല്ലാവരോടും പറയില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എന്തായാലും രഹസ്യമായി തന്നെ ഇരിക്കണം. ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചാലും നന്ദന എവിടെ ഉണ്ടെന്നൊന്നും പറയാൻ നിൽക്കണ്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും മുരളി ഇങ്ങനെ വന്ന വഴിക്ക് ദേവിക പറയുന്നുണ്ട്, മുരളിയേട്ട എനിക്ക് ആ CP ഒന്ന് കാണണം. ആ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ദേവിക എന്ന് ചോദിക്കുമ്പം കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്ത് തീർക്കാനുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് നന്ദുവിനെ വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. അതിനു മുമ്പ് കുറേ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വേണം. ഇപ്പോഴും ഹരിയങ്കളിന് പൂർണ്ണമായിട്ടും കാര്യങ്ങളുടെ വ്യക്തത മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ CPയെ കാണാൻ പോണേന്ന്. അങ്ങനെ ദേവികയാണെങ്കിൽ ഫോൺ എടുത്ത് CPക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് CPനോട് ചോദിക്കുന്നുണ്ട്, സാറിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പം ഞാനിപ്പോൾ ഓഫീസിലുണ്ട്, എന്താ മേഡം എന്ന് ചോദിച്ചതും എനിക്ക് സാറിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ എന്ന് പറയുന്നു. അങ്ങനെ CP മേഡം കൂടി പോരെ ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞത് കേട്ട് ദേവികയാണെങ്കിൽ ഫോൺ വെച്ചിട്ട് മുരളിയോട് പറയുന്നുണ്ട്, മുരളിയേട്ടാ നമുക്ക് ആ CPയുടെ ഓഫീസിലേക്ക് പോവാം, അയാളെ കണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ ദേവിക എന്ന് പറയുമ്പം ഇത്രയും ദിവസം മുരളിയേട്ടനൊന്നും മനസ്സിലായില്ലല്ലോ, ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ, അതുപോലെ അധികം വൈകാതെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ CP ആണെങ്കിൽ ദേവികയെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് വാച്ചിൽ നോക്കിയിട്ട് മേഡം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേവികയുടെ കാറ് കാണുന്നുണ്ട്. കാറ് വന്ന് നിന്നതും ദേവിക അതിൽ നിന്ന് ഇറങ്ങിയിട്ട് CPയുടെ അടുത്തേക്ക് വന്നപ്പം CP ചോദിക്കുന്നുണ്ട്, എന്താ മേഡം അത്യാവശ്യമായിട്ട് എന്നെ കാണണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ മേഡം എന്ന് ചോദിക്കുമ്പം ഇല്ല CP നന്ദനെക്കുറിച്ച് ഒരു വിവരമില്ല, പക്ഷേ എനിക്ക് വേറൊരു വിവരം കിട്ടി. എന്ത് വിവരം മേഡം എന്ന് ചോദിക്കുമ്പം ഋഷി മരിച്ചിട്ടില്ല, ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ആ സമയത്ത് CP ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് CP ദേവികയോട് ചോദിക്കുന്നുണ്ട്, മേഡത്തിനോട് ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, ഋഷി ഇപ്പോൾ ജീവനോടെ തന്നെയുണ്ട്, അത് ഞങ്ങൾക്ക് വ്യക്തമായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനി ഋഷീനെ കൊന്ന പേരും പറഞ്ഞ് നന്ദന സ്റ്റേഷനിൽ ഹാജരാക്കാനൊന്നും ഞങ്ങൾ പോകണില്ല എന്ന്. ആ സമയത്ത് CP ചോദിക്കുന്നുണ്ട്, നേരാണോ മേഡം ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്താ CPക്ക് ഞാൻ പറഞ്ഞാൽ വിശ്വാസമില്ല, എന്തായാലും ഇതിൻ്റെ പിന്നിൽ കുറേ രഹസ്യങ്ങളുണ്ട്, അതെല്ലാം ഞങ്ങൾ അടുത്ത് തന്നെ പുറത്തു കൊണ്ടുവരുന്നു. അത് കേട്ടതും CPക്കാണെങ്കിൽ നല്ല പേടിയായിട്ട് CP പറയുന്നുണ്ട്, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല മേഡം, ഋഷിമോൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പം ഈ ദേവിക പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്ന ഒരാളെ കൊന്നെന്നും പറഞ്ഞല്ലേ എല്ലാവരും ചേർന്ന് നന്ദുവിനെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് നമ്മളുടെ CP ആണെങ്കിൽ ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് പേടിയോടുകൂടി നോക്കണതല്ലാതെ ഋഷി എവിടെ ഉള്ളതെന്നൊന്നും ദേവികയോട് ചോദിക്കണില്ല. അപ്പോൾ തന്നെ ദേവികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഋഷി എവിടെ ഉള്ളതെന്നുള്ളത് CPക്കും അറിയാമെന്ന്. അങ്ങനെ ദേവിക പറയുന്നുണ്ട്, ഋഷി ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് CP സാറിനും അറിയാം, അത് CP സാറ് ഇപ്പോൾ എന്നോട് പറയുമൊന്നും വേണ്ട, പോലീസ് വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് ദേവിക അങ്ങോട്ട് പോകുന്നുണ്ട്. ദേവിക പോയി കഴിഞ്ഞതും ഈ CP ആണെങ്കിൽ നിങ്ങളെല്ലാം കൈവിട്ട് പോകുകയാണല്ലോ, എത്രയും പെട്ടെന്ന് ഈ വിവരം മേഡത്തെ അറിയിക്കണം, ഋഷിമോനോട് എങ്ങോട്ടെങ്കിലും മാറാനും പറയണമെന്നും പറഞ്ഞുകൊണ്ട് കാറിൽ കയറി ഇങ്ങനെ പോകുന്നുണ്ട്. ഈ സമയത്ത് മുരളിയാണെങ്കിൽ ദേവികയോട് ചോദിക്കുന്നുണ്ട്, ദേവിക അയാളോട് എന്താ ചെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഋഷീനെ നന്ദു കൊന്നെന്നും പറഞ്ഞാണല്ലോ എല്ലാവരും നന്ദുവിനെ വേട്ടയാടിക്കൊണ്ടിരുന്നത്, ആ കാര്യം ഞാൻ അയാളോട് പറഞ്ഞു, ഋഷി മരിച്ചിട്ടില്ല ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, സാധാരണ ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പം സന്തോഷമല്ലേ ഉണ്ടാവണേ, പക്ഷേ ഇയാളുടെ മുഖത്ത് ആകെ പേടിയാണ് ഞാൻ കണ്ടത്. ആ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അയാൾ പേടിക്കണേന്ന് ചോദിക്കുമ്പം അതല്ലേ മുരളിയേട്ടാ ഞങ്ങൾ പറഞ്ഞത്, ഋഷി മരിച്ചിട്ടില്ല, ഋഷി ഇവരുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടെന്ന്. അത് കേട്ടതും മുരളി ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ ഇവരിങ്ങനെ ഒരു നാടകം കളിക്കണേന്ന് ചോദിക്കുമ്പം അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത, എന്തായാലും ഹരിയങ്കൾ അധികം വൈകാതെ തന്നെ അത് കണ്ടുപിടിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിയുടെ അടുത്തേക്ക് ഈ CP ആണെങ്കിൽ ഓടിപ്പാഞ്ഞ് ചെല്ലുന്നുണ്ട്. അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്താ CP എന്താ പറ്റിയ, CPയുടെ മുഖത്ത് ആകെ ഒരു ടെൻഷൻ കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം പിന്നെ എങ്ങനെ ടെൻഷൻ ഇല്ലാണ്ടിരിക്കും മേഡം, ഇന്ന് ദേവിക എന്നെ കാണാൻ വന്നിരുന്നു, എന്നിട്ട് അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഋഷി മരിച്ചിട്ടില്ല എന്നാ പറഞ്ഞതെന്ന്. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്ത് ഋഷി മരിച്ചിട്ടില്ല എന്ന് ദേവിക പറഞ്ഞോ, അവളെങ്ങനെ ഇത് അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല മേഡം, അത് കേട്ടതോടുകൂടി എൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി, അപ്പോൾ തന്നെ ഞാനും കൂടി പോരുമായിരുന്നു, ഇനി നമ്മൾ എന്ത് ചെയ്യും മേഡം എന്ന് ചോദിക്കുമ്പോൾ
കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി, ഇനി നമ്മളെല്ലാവരും അകത്ത് പോകുന്ന തോന്നണേന്ന് പറഞ്ഞതും അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ സംഗതി കൈവിട്ടു പോവുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന്. അന്ന് ആ ജഡ്ജ് ഹരികൃഷ്ണൻ ഇവിടെ വന്ന് നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാ ദേവികയെ വിളിച്ച് ഞാൻ സത്യങ്ങളൊക്കെ പറയാം, ഈ പ്രശ്നം ഇവിടെ അവസാനിക്കട്ടെ എന്ന്. അന്നേരം CP ഋഷിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമല്ലായിരുന്നോ, അവൻ്റെ 2 കൂട്ടുകാർ ഇസബല്ലയും കെവിനും എല്ലാവരും ചേർന്ന് ഇപ്പം നമ്മളെ ചതിച്ചേക്കണേ. ഇനി നമ്മൾ എന്ത് ചെയ്യും CP, ഇത് വലിയ പ്രശ്നമാവുമല്ലോ എന്ന് പറയുമ്പോൾ ഈ CP പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ഋഷി മരിച്ചിട്ടില്ല എന്ന് അവർക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അതുകൊണ്ട് അവർ തന്നെയായിരിക്കും നന്ദനെ മാറ്റിയേക്കണേ. സമയത്ത് അരുന്ധതി ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ആ ഇസബല്ലയെ ഒന്ന് വിളിക്കട്ടെ എന്ന്. അങ്ങനെ അരുന്ധതി ഫോണെടുത്ത് ഇസബല്ലയെ വിളിക്കുന്നുണ്ട്. ഇസബല്ലയാണെങ്കിൽ അരുന്ധതിയുടെ കോൾ കണ്ടതും അരുന്ധതി മേഡം അല്ല വിളിക്കണേന്നും പറഞ്ഞ് കോൾ എടുത്തിട്ട് എന്താ മേഡം എന്ന് ചോദിച്ചതും ഇപ്പം നിനക്കൊക്കെ തൃപ്തിയായില്ലേ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഇസബല്ല ചോദിക്കുന്നുണ്ട്, എന്താ മേഡം എന്താ ഈ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ആ ദേവിക CPയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഇസബല്ല ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അവൾ വേറെ ഒന്നുമല്ല പറഞ്ഞത്, ഋഷി മരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞതെന്ന്. അത് കേട്ടതും ഇസബല്ല ചോദിക്കുന്നുണ്ട്, മേഡം എന്താ പറയണേ, സത്യമാണോ എന്ന് ചോദിക്കുമ്പം പിന്നെ ഞാൻ എന്തിനാണ് നുണ പറയണത്, ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, അത് അവൾ വെറുതെ പറഞ്ഞതായിരിക്കും മേഡം എന്ന് പറയുമ്പം ഇല്ല ബല്ല, ഇത് സത്യമായിട്ടും ദേവിക CPയോട് പറഞ്ഞതാ, അവർക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ നിസ്സാരക്കാരോടല്ല ഈ യുദ്ധത്തിന് നടന്നത്, ഒരു MLAനോടും മുൻ MLAനോടും, അതുകൊണ്ട് അവർ നമ്മളെ വെറുതെ വിടുമെന്നൊന്നും തോന്നണില്ല എന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, എന്തായാലും ഞാൻ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ ഞാൻ ഏർപ്പാട് ചെയ്ത ആളുകൾ നന്ദനെ കണ്ടെത്തുമെന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, ഇനി നന്ദനെ കണ്ടെത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ചന്ദ്രോത്തുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഋഷിയും നീയും എല്ലാവരും കുടുങ്ങാൻ പോവുക, ഇനിയുള്ള ജീവിതം നിങ്ങളുടെ ജയിലിലായിരിക്കും തീരാൻ പോണേന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ ആൻറ്റി, ഇത്ര പേടിക്കാനൊന്നുമില്ല. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ നാട് വിട്ട് പോണതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ജയിലിൽ കയറേണ്ട വരുമെന്ന്. അത് കേട്ടതും ഇസബല്ലയാണെങ്കിൽ പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ദേവികയും സിദ്ധാർത്ഥനൊന്നും ഈ അരുന്ധതിനെ ഇസബല്ലേനെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല, ഇവർക്ക് എല്ലാവർക്കും നല്ല മുട്ടൻ പണി തന്നെ കൊടുക്കുന്ന എപ്പിസോഡുകളാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.